ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നു. രാവിലെ 7:45 ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തിയ ഷൈൻ ദീർഘനേരം ഇരുന്നതോടെ ബഹളമുണ്ടാക്കി താഴത്തെ നിലയിലേക്ക് ഇറങ്ങുകയായിരുന്നു. തുടർന്ന് 2 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ ഷൈനിന്റെ സഹോദരനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി. 6 നടന്മാർക്ക് ലഹരി നൽകിയിരുന്നതായി ചോദ്യം ചെയ്യലിൽ മോഡൽ സൗമ്യ സമ്മതിച്ചു. നടന്മാരുമായുള്ള ലഹരി പെൺവാണിഭ ഇടപാടുകളും സൗമ്യ സമ്മതിച്ചു. അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. ലഹരി വിൽപ്പനയിൽ ഇടനില നിന്നതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. സൗമ്യയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, കുരുക്ക് മുറുകുകയാണല്ലോ ഷൈനിന്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ ഇപ്പോൾ സൗമ്യയെ ചോദ്യം ചെയ്തതിൽ നിന്ന് എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 4ാമത്തെ അറസ്റ്റിലേക്ക് എക്സൈസ് നീങ്ങുന്നു എന്നുള്ളതാണ്. എക്സൈസ് രാവിലെ മുതൽ ചോദ്യം ചെയ്തിരുന്ന മോഡലും ഒപ്പം തന്നെ ലഹരി വിൽപ്പനയിലും സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിയുമായി മാറിയ സൗമ്യയുടെ അറസ്റ്റാണ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം റിമാൻഡ് നടപടികളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് എക്സൈസ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ 7:40 മുതലാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടന്മാർ ഇന്ന് ആലപ്പുഴയിൽ എക്സൈസ് ഓഫീസിൽ ഹാജരായത്. ഷൈൻ ടോം ചാക്കോയാണ് 7:40 ആദ്യം എത്തിയത്. പിന്നീട് തൊട്ടുപിറകെ ശ്രീനാഥ് ഫാസിയും ഒപ്പം തന്നെ സൗമ്യ, അതായത് ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന സൗമ്യയും എത്തി. സൗമ്യയാണ് പക്ഷേ ആദ്യം ചോദ്യം ചെയ്യലായി വിളിച്ചത്. അതായത് ശ്രീനാഥ് ഫാസിയും ഷൈൻ ടോം ചാക്കോ എക്സൈസിലൂടെ തനിക്ക് 1 മണിക്കൂറിനുള്ളിൽ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഷൈൻ ടോം ചാക്കോനെ ഏറ്റവും ഒടുവിലായി ചോദ്യം ചെയ്യാനായി വിളിക്കാനായിരുന്നു എക്സൈസ് തീരുമാനം. സൗമ്യയെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യൽ ഏകദേശം 5 മണിക്കൂറോളം നീണ്ടു. ഉച്ചയോടുകൂടി ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. തുടർന്ന് തനിക്ക് തൻ്റെ അച്ഛനെ കാണണമെന്നും സഹോദരനെ കാണണമെന്നും ആവശ്യപ്പെട്ടു. അതായത് ഉച്ചഭക്ഷണത്തിന് ശേഷം ബെഞ്ചിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്ന ഷൈൻ ടോം ചാക്കോയാണ് പിന്നീട് അത്തരത്തിലൊരു അവിടെ എക്സൈസ് ഓഫീസിൻ്റെ 1ാം നിലയിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയത്. തുടർന്ന് താൻ ലഹരി നിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഡ്രോവലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അവിടെ നിന്ന് ബഹളമുണ്ടാക്കി 1ാം നിലയിൽ നിന്ന് താഴത്തേക്ക് വരാൻ ശ്രമിച്ചു. തുടർന്ന് താഴത്തേക്ക് വരാനായി ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ, സ്റ്റെയർകേസിൻ്റെ അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ട് ഇയാൾ തിരിച്ചു പോവുകയായിരുന്നു. തുടർന്ന് ഷൈൻ്റെ ആവശ്യപ്രകാരം എക്സൈസ് ഉദ്യോഗസ്ഥർ ഫോൺ നൽകി ഷൈൻ്റെ അച്ഛനെ വിളിച്ചു. ഇവിടേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഷൈൻ്റെ സഹോദരൻ അവിടെ എത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ചില മെഡിസിനുകൾ ഷൈന് നൽകുകയും ചെയ്തു എന്ന് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ദീർഘനേരം ചോദ്യം ചെയ്തു. അതായത് ഷൈൻ ഈ ബഹളം വെച്ചതിന് ശേഷമാണ് പിന്നീട് സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ തന്നെ ഷൈനെ ചോദ്യം ചെയ്യാനായി കയറ്റിയത്. ഷൈനെ ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും സൗമ്യയെ ചോദ്യം ചെയ്തു. സൗമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഷൈനെ 2ാമത് വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ നിലവിൽ ശ്രീനാഥ് ഫാസിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവരുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സൈസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6 മാസത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വെച്ചായിരുന്നു, സൗമ്യയുടെ ഇടപാടുകൾ വെച്ചായിരുന്നു പരിശോധിച്ചത്. ഇതിൽ തന്നെ പെൺവാണിഭ ആവശ്യങ്ങൾക്കും ഒപ്പം തന്നെ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പണം ബാങ്ക് ട്രാൻസാക്ഷൻ മുഖാന്തരം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു. പക്ഷേ ചോദ്യം ചെയ്യലിലെ ഘട്ടത്തിലെല്ലാം തന്നെ സൗമ്യ ഷൈൻ ടോം ചാക്കോയുമായി പെൺവാണിഭ ബന്ധങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ലഹരി വിൽപ്പന നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ലഹരി വിൽപ്പന ഉണ്ട് എന്നുള്ളത് ട്രാൻസാക്ഷനിലെ ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടി എക്സൈസ് സംഘം അവരെ പിന്നീടും ചോദ്യം ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ വിശദമായൊരു ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഈ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ശ്രീനാഥ് ഫാസിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഈ 2 പേരും എക്സൈസ് ഓഫീസിലെ 1ാം നിലയിലെ ബെഞ്ചിൽ ആയിരുന്നു മണിക്കൂറുകളോളം ഇവരെ ഇരുത്തിയിരുന്നത്. പിന്നീട് ശ്രീനാഥ് ഫാസി
ഉച്ചയോടുകൂടി ഭക്ഷണശേഷം ആ ബെഞ്ചിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം ഈ വൈകിട്ട് 5 മണിയോടെയാണ് ഇവരെ വിളിപ്പിച്ചത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതായത് കൂടുതൽ ചലച്ചിത്ര താരങ്ങളുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള മൊഴി ഈ സൗമ്യ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചലച്ചിത്ര താരങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, പുതിയ പേരുകൾ ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഒന്നാം പ്രതിയായ തസ്ലീമ സുൽത്താന, അവരുടെ ഭർത്താവ് സുൽത്താൻ എന്നിവരാണ്. ഈ തസ്ലീമയുമായി അടുത്ത ബന്ധം ഈ സൗമ്യ പുലർത്തിയിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. റിയൽ മീറ്റ് എന്ന പേരിലാണ് ഇവർ പെൺവാണിഭ സംഘങ്ങളുമായി ആ ഒരു കോഡ് നെയിമിലാണ് ഇവരെ ഈ പെൺവാണിഭ ബിസിനസ്സുകൾ നടത്തിയിട്ടുള്ളതെന്നാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തലങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മോഡലായ സൗമ്യയെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സൂചന.